മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്ക 1:49. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മർക്കോസ് 5:36. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവരുടേതാണ്. വിശുദ്ധ മത്തായി 5:3. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. വിശുദ്ധ മത്തായി 5:4. ശാന്തശീല ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. വിശുദ്ധ മത്തായി 5:5. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. വിശുദ്ധ മത്തായി 5:6. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. വിശുദ്ധ മത്തായി 5:7. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. വിശുദ്ധ മത്തായി 5:9. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവരുടേതാണ്. വിശുദ്ധ മത്തായി 5:10. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. മത്തായി 22:39. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. വിശുദ്ധ യോഹന്നാൻ 14:14. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർക്കപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. യോഹന്നാൻ 12:32. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അപ്പസ്തോലപ്രവർത്തനങ്ങൾ 2:21. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പസ്തോലപ്രവർത്തനങ്ങൾ 16:31. എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് ആ സമയത്ത് നിങ്ങളെ പഠിപ്പിക്കും. ലൂക്ക 12:12. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വന്നു. ലൂക്ക 2:52. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. യോഹന്നാൻ 10:11. മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും കർത്താവാണ്. ലൂക്ക 6:5. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. മത്തായി 16:16. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യോഹന്നാൻ 20:28. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ലൂക്ക 2:11. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. മത്തായി 24:35. വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. യോഹന്നാൻ 14:6. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടി, എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. യോഹന്നാൻ 15:1. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുക, അവരെ തടയരുത്, എന്നാൽ സ്വർഗ്ഗരാജ്യം അവരുടെ പോലെ ഉള്ളവരുടേതാണ്. മത്തായി 19:14. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 21:22. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തെ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യയിൽ ഞാൻ ഉണ്ടായിരിക്കും. മത്തായി 18:20. താങ്ക് യു.